സംസ്ഥാനത്ത് വീണ്ടും പേ വിഷബാധയേറ്റ് മരണം. തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരി മരിച്ചു. കൊല്ലം സ്വദേശി നിയ ഫൈസലാണ് മരിച്ചത്. ഒരു മാസത്തിനിടെ സംസ്ഥാനത്ത് 3 കുട്ടികളാണ് പേ വിഷബാധയേറ്റ് മരിക്കുന്നത്. വിവരങ്ങളുമായി ബിനോയ് ചേരുന്നു. ബിനോയ്, സംസ്ഥാനത്ത് വീണ്ടും ഒരു പേ വിഷബാധയേറ്റ് മരണം സംഭവിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? കൊല്ലം ജില്ലയിലെ വിളക്കുടി സ്വദേശിയായ 7 വയസ്സുകാരിയാണ് ഇന്ന് വെളുപ്പിന് 1 മണിക്ക് തിരുവനന്തപുരം SAT ആശുപത്രിയിൽ മരിച്ചത്. കഴിഞ്ഞ ഏപ്രിൽ 8-ാം തീയതി വീടിന്റെ സമീപത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് ഈ കുട്ടിക്ക് പേ വിഷബാധയുള്ള പട്ടിയുടെ കടിയേൽക്കുന്നത്. വലത് കൈത്തണ്ടയിലാണ് കടിയേറ്റത്. ആഴത്തിലെ മുറിവായിരുന്നു. അന്ന് അപ്പോൾ തന്നെ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ച് ആദ്യഘട്ട ഡോസ് നൽകി. 3 ഡോസ് മരുന്നുകൾ ഈ ഒരു മാസത്തിനിടെ നൽകിയെങ്കിലും പെട്ടെന്ന് കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് കുട്ടിക്ക് വലിയ തരത്തിൽ പനിയും വിറയിലും അനുഭവപ്പെട്ടത്. തൊട്ടടുത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ കുട്ടിയെ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് രോഗം വഷളാവുകയായിരുന്നു. തുടർന്ന് ചികിത്സയ്ക്കായിട്ടാണ് തിരുവനന്തപുരം SAT ആശുപത്രിയിൽ എത്തിച്ചത്. SAT ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു കുട്ടി. ഇന്ന് വെളുപ്പിന് 1 മണിക്കാണ് മരണം സ്ഥിരീകരിച്ചത്. കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ കൊട്ടാരക്കര വിളക്കുടിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ഈ ഒരു മാസത്തിൽ, അതായത് ഏപ്രിൽ മാസത്തിൽ മാത്രം 3 പേരാണ് പേ വിഷബാധയേറ്റ് മരിച്ചു. അതിൽ ഈ ഒരു കുട്ടി കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് മരണമടഞ്ഞിരുന്നു. ഇതിനെക്കുറിച്ച് ഡോക്ടർമാരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഒരു പക്ഷേ ഈ പേ വിഷബാധയുള്ള പട്ടി കടിക്കുന്നത് നരമ്പിന് സമീപത്തായിരിക്കും. അത്തരത്തിൽ നരമ്പുകളിലേക്ക് കടിയേറ്റ് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ ഈ വൈറസുകൾ ശരീരത്തിൽ പ്രവേശിക്കുകയും അതിനെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. അത്തരത്തിൽ സംഭവിച്ചതായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ തന്നെയും ഇത്തരത്തിൽ പേ വിഷബാധയ്ക്ക് ചികിത്സ നൽകിയിട്ടും മരണമടയുന്ന സംഭവം കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഒരു വലിയ അന്വേഷണം തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇന്നലെ മുതൽ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. അല്പസമയം മുമ്പ് ഈ കുട്ടിയുടെ മൃതദേഹം തിരുവനന്തപുരം SAT ആശുപത്രിയിൽ നിന്നും വിളക്കുടിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി മതാചാര പ്രകാരമുള്ള ചടങ്ങുകൾ അവിടെ നടക്കും. കൂടുതൽ സമയം മൃതദേഹം പുറത്തു വെക്കരുത് എന്നുള്ളൊരു നിർദ്ദേശം ആരോഗ്യവകുപ്പ് അധികൃതർ നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നതനുസരിച്ചായിരിക്കും ബാക്കിയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. എന്തായാലും വലിയ തരത്തിൽ കേരളത്തെ സംബന്ധിച്ചോളം ഇത്രയധികം വിദ്യാസമ്പന്നരായ ആളുകളുള്ള സ്ഥലത്ത്, ഒപ്പം ആരോഗ്യരംഗത്ത് ഏറ്റവും മുമ്പിൽ എന്ന് വാദിക്കുന്ന സ്ഥലത്ത് ഒരു മാസത്തിനിടയിൽ പേ വിഷബാധയേറ്റ് മരിച്ചത് 3 പേരാണ്. ഇത് ഒരിക്കൽ പോലും അംഗീകരിക്കാനാകില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. കാരണം രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്നും കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ വലിയ തരത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. കാരണം മലപ്പുറത്ത് മരിച്ച കുട്ടിയുടെ കാര്യത്തിലും അവരുടെ രക്ഷിതാക്കളും ചികിത്സാ പിഴവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ നിലവിൽ ഈ പേ വിഷബാധ ഏറ്റ് അതിന്റെ വലിയ അല്ലെങ്കിൽ അത്യാസന്ന നിലയിൽ എത്തുമ്പോഴാണ് വലിയ ചികിത്സയ്ക്കായി ഹോസ്പിറ്റലുകളിലേക്ക് എത്തിക്കുന്നത്. എന്നാൽ തന്നെയും SAT ആശുപത്രിയിൽ വലിയ തരത്തിലുള്ള ചികിത്സ ആ കുട്ടിക്ക് നൽകിയിരുന്നു. ഏകദേശം 3 ഡോസ് നൽകിയിരുന്നെങ്കിൽ പോലും അതിനുശേഷം 3-ാം ഡോസിന് ശേഷമാണ് നൈസയിൽ ഈ പേ വിഷബാധ കണ്ടെത്തിയത്. നാളെ അടുത്ത അവസാന ഡോസ് നൽകേണ്ട ദിവസമായിരുന്നു. എന്തായാലും വലിയ തരത്തിൽ എല്ലാവർക്കും വിഷമമുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്.